ആ അപ്പോൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു മിക്സ്ചറാണ്. എങ്ങനത്തെ മിക്സ്ചറാണ്? ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഈക്വലായിട്ട്. നമുക്കിപ്പോൾ ഒരു നാരങ്ങ വെള്ളം ഞാൻ കലക്കി കഴിഞ്ഞാൽ എനിക്ക് നാരങ്ങ വെള്ളത്തിൻ്റെ ടേസ്റ്റ് ഞാൻ മുകളിൽ നിന്ന് എടുത്താലും താഴെ നിന്ന് നല്ല ഈക്വലായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, എന്നാൽ പഞ്ചസാര താഴെ നിന്ന് കെട്ടിക്കിടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈക്വലായിട്ട് മിക്സ് ചെയ്ത് സൊല്യൂഷനായി. ഞാൻ എവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാലും എനിക്ക് ഒരേ ടൈപ്പ് മധുരേ കിട്ടുള്ളൂ. ഒരേ ടൈപ്പ് മധുരേ കിട്ടുള്ളൂ. ഓക്കെ, ഹോമോജീനിയസ് ആയിട്ടുള്ള മിക്സ്ചറാണ്. അതാണ് തന്നെ എല്ലാ സ്ഥലവും ഒരേപോലെയുള്ള മിക്സ്ചറിനെയാണ് നമ്മൾ വിളിക്കുന്നത് സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. എന്തൊക്കെ തമ്മിലുള്ള മിക്സ്ചർ? ഒരു സൊല്യൂഷനിൽ രണ്ട് സാധനങ്ങളുണ്ട്. ഒരു സൊല്യൂഷനിൽ എന്തൊക്കെ ഉണ്ട്? രണ്ട് സാധനം. ഒന്ന് എന്ന് പറഞ്ഞാൽ സോൾവെൻറ്റും, അടുത്തത് എന്ന് പറഞ്ഞാൽ സൊല്യൂട്ട്. സോൾവെൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എ എന്ന് വിളിക്കുന്നു, സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ബി ആണ്. സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ കുറവുള്ളത്, ലെസ്സർ എമൗണ്ട് ആണ് കേട്ടോ. എന്താണ്? ലെസ്സർ എമൗണ്ട് ആണ്. സോൾവെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രേറ്റർ എമൗണ്ട് ആണ്. എന്ന് വെച്ചാൽ ഞാൻ ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്തു. എന്താണുള്ളത്? വെള്ളം. ആരുള്ളത്? വെള്ളം. ആ വെള്ളത്തിൽ ഞാൻ ആരെ കൊണ്ടിട്ടെന്നറിയോ? ഉപ്പിനെ ഇട്ടു. ആരിട്ടു? ഉപ്പ്. ഓക്കെ, അപ്പോൾ ഇവിടെ കൂടുതലുള്ളത് ഇപ്പോൾ വാട്ടർ ഉണ്ട്, അതേപോലെ തന്നെ ആരുണ്ട്? സാൾട്ട് ഉണ്ട് അല്ലേ? സാൾട്ട്. അപ്പോൾ ഇവിടെ സാൾട്ടാണ് കുറവുള്ളത്. അപ്പോൾ സാൾട്ടാണ് നമ്മുടെ ആര്? സോൾവെൻ്റ് ആണോ? അല്ല, സാൾട്ടാണ് ആര്? സൊല്യൂട്ട്. സാൾട്ടാണ് ആരിവിടെ? സൊല്യൂട്ട്. കാരണം കുറവുള്ളത് ആരാ? സാൾട്ട്. വെള്ളമാണ് ഇവിടെ ആര്? സോൾവെൻ്റ്. ഓക്കെ, ഇതറിഞ്ഞിരിക്കണം. ഇതാണ് ഇപ്പം തന്നെ പഠിക്കണം, എന്നാലേ ബാക്കി നീങ്ങുള്ളൂ. അപ്പോൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മിക്സറാണ്, ഹോമോജീനിയസ് മിക്സറാണ്. ആരൊക്കെ ഉണ്ടായാലും? ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെൻ്റ്. വാട്ടറിൽ സാൾട്ടാണ് ആര്? സൊല്യൂട്ട്. വാട്ടറാണ് ആര്? സോൾവെൻ്റ്. അപ്പോൾ കോൺസെൻട്രേഷൻ ടേംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് കോൺസെൻട്രേഷൻ? എന്താണ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ? കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഉപ്പ് വെള്ളം ഉണ്ടല്ലോ, ഈ ഉപ്പ് വെള്ളത്തിൽ ഉപ്പിൻ്റെ അളവ്, ആ അളവിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണ കുറച്ച് അളവുകളുണ്ട്. ആ അളവുകളെയാണ് നമ്മളത് വിളിക്കുന്നത് കോൺസെൻട്രേഷൻ. ഉപ്പ് വെള്ളത്തിൽ ഉപ്പിൻ്റെ അളവ് അളക്കുന്ന പല പല ടേമുകൾ, അതാണ് കോൺസെൻട്രേഷൻ ടേംസ് ഓഫ് ഉപ്പ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ പഞ്ചസാര വെള്ളത്തിൽ പഞ്ചസാരയുടെ അളവുകൾ നോക്കുന്നതിനാണ് കോൺസെൻട്രേഷൻ ടേംസ് ഓഫ് ഷുഗർ എന്ന് പറയുന്നത്. അപ്പം അത്രേ ഉള്ളൂ. ഇത് കുറച്ച് ബേസിക് ആയിട്ട് +1 അറിയുന്ന കാര്യങ്ങളും വേണം. ഓക്കെ, ഫസ്റ്റ് മാസ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ നമ്മൾ അതിനെ വിളിക്കും വെയിറ്റ് ബൈ വെയിറ്റ് പെർസെൻറ്റേജ്. ഒന്നുമില്ല, അത് പേര് കേൾക്കാനുള്ളൂ. മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉപ്പ് വെള്ളം ഉണ്ട് അല്ലേ? ഉപ്പ് വെള്ളം. ആ ഉപ്പ് വെള്ളത്തിൽ എനിക്ക് കുറച്ച് ഉപ്പുണ്ട്, ഇത്ര വെയിറ്റ് ഉപ്പുണ്ട്, ഇത്ര വെയിറ്റ് ഉപ്പ് വെള്ളമുണ്ട്. അപ്പോൾ എത്രയാണ് ഉപ്പിൻ്റെ അളവ് എന്ന് അറിയേണ്ടത്? അപ്പോൾ വെയിറ്റ് ഓഫ് ഉപ്പ് എന്ന് പറഞ്ഞാൽ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് വെള്ളമാണോ? വെയിറ്റ് ഓഫ് സോൾവെൻ്റ് ആണോ? അല്ല, വെള്ളവും ഉപ്പും കൂടിയും കൂട്ടിയിട്ടുള്ള ടോട്ടൽ വെയിറ്റ്. അപ്പോൾ എത്രയാണ് ടോട്ടൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ പോരെ? സൊല്യൂഷൻ്റെ വെയിറ്റ് ഇൻറ്റു എന്താണ്? 100. അപ്പോൾ ഇത് ഗ്രാമിൽ 100 ഗ്രാമിൽ അങ്ങനെ രീതിയിലാണ് അളക്കുന്നത്. ഗ്രാമിലാട്ടോ, ഫുൾ ഗ്രാമിലാണ്. അപ്പോൾ എന്താണ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ഇങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്. വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ഇൻ ഗ്രാംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വെയിറ്റ്. സൊല്യൂട്ടിൻ്റെ സോൾവെൻ്റ് കൂടെ വെയിറ്റ് നമ്മൾ എന്താ വിളിക്കുക? സൊല്യൂഷൻ്റെ വെയിറ്റ് ഇൻറ്റു 100 എന്ന് വിളിക്കും. അതേപോലെ തന്നെ വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ് എന്തായിരിക്കും? വോളിയം ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ എല്ലാം കൂടിയും കൂട്ടിയിട്ട് അല്ലേ? സൊല്യൂഷൻ പറഞ്ഞാൽ വോളിയം ഓഫ് സൊല്യൂട്ടും അതേപോലെ തന്നെ വോളിയം ഓഫ് സൊല്യൂഷൻ അല്ലേ? എല്ലാം കൂടി കൂട്ടി ഇൻറ്റു എന്താണ്? 100. ഇത് ml-ലായിരിക്കും ഉണ്ടാവുക, ഇത് ഗ്രാമിലായിരിക്കും ഉണ്ടാവുക. അത്ര ഡിഫറൻസ് ഉള്ളൂ. എല്ലാം സെയിം ആണ്. അതേപോലെ നമുക്കിനി ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന നോക്കുക?
5 ഗ്രാം ഷുഗർ ഉണ്ട് കേട്ടോ. 5 ഗ്രാം ഷുഗർ ഉണ്ട്. 15 ഗ്രാം വെള്ളത്തിലാണ് ആ ഷുഗർ കലക്കിയിട്ടുള്ളത്. എത്രയാണ് അതിൻ്റെ വെയിറ്റ് ബൈ വെയിറ്റ് പെർസെൻറ്റേജ്? ഗ്രാമിലാണുള്ളത്. അപ്പോൾ വെയിറ്റ് ബൈ വെയിറ്റ് നമ്മൾ മനസ്സിലായി. ML-ലാണെങ്കിൽ വോളിയം ബൈ വോളിയം ആണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? പെർസെൻറ്റേജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? പെർസെൻറ്റേജ് വെയിറ്റ് ബൈ വെയിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? പഞ്ചസാര വെള്ളം, എത്ര പഞ്ചസാര ഉണ്ട്? എത്ര സൊല്യൂട്ട് ഉണ്ട്? 5 ഗ്രാം അല്ലേ? എത്ര സൊല്യൂഷൻ ഉണ്ട്? വെള്ളം 15 ഗ്രാമാണ്, ഷുഗർ 5 ഗ്രാമാണ്. രണ്ടും കൂടി കലക്കി കഴിഞ്ഞാൽ ടോട്ടൽ എത്ര? 20 ഗ്രാം അല്ലേ? 20 ഗ്രാം ഇൻറ്റു എന്ത് ചെയ്യണം? 100 ചെയ്യണം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 25% എന്ന് കിട്ടും. എങ്ങനെ? ഇത് 2 വെട്ടിയാൽ 4 എന്ന് കിട്ടും. 4 ഇതും കൂട്ടിക്കഴിഞ്ഞാൽ 25 അല്ലേ? അപ്പോൾ 25% ആരുള്ളത്? ഷുഗർ ഉള്ളത്. ബാക്കി 75% വെള്ളമാണ്. സിമ്പിൾ ഐഡിയ, ഇതൊക്കെ എല്ലാവർക്കും അറിയേണ്ടതാണ്. ഇതേപോലെ തന്നെ വോളിയം, ഇത് ഗ്രാം മാറ്റി മില്ലി ലിറ്റർ ആക്കിയാൽ നിങ്ങൾക്ക് വോളിയം പോലെ ചിന്തിക്കാം. ഇനി അടുത്തൊരു സാധനമുണ്ട്, പാർട്സ് പെർ മില്യൺ. ഇത് മാസ് എന്ന് പറഞ്ഞാൽ 100 ഗ്രാമിന് വെച്ചിട്ടാണ് ഇതിൻ്റെ 100 ഗ്രാം 100 ml വെച്ചിട്ടാണ് മാസ് പെർസെൻറ്റേജ് വോളിയം പെർസെൻറ്റേജ് ഒക്കെ വരുന്നത്. പാർട്സ് പെർ മില്യൺ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ 10⁻⁶ 1 മില്യൺ ഇത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ അളവിനെ നമ്മൾ വലുതാക്കിയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ മില്യനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണത്. വളരെ ചെറിയ അളവ് ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ ഈ എന്താ പറയുക, നമ്മുടെ ഈ എയറിലുള്ള ചില പൊല്യൂഷൻ്റെ അളവൊക്കെ വളരെ ചെറിയ അളവാണ്. ആ അളവിനെ നമുക്ക് മനസ്സിലാവേണ്ടത് 0.0000 അങ്ങനെ എഴുതുന്നതിനേക്കാളും നല്ലത് അതിന് ഇൻറ്റു ഒരു വലിയ വാല്യൂ ചെയ്താൽ നമുക്കൊരു കുറച്ച് വലിപ്പമുള്ള വാല്യൂ കിട്ടുമല്ലോ. അപ്പോൾ ചെറിയ അളവിനെ വലുതാക്കി കാണാൻ വേണ്ടിയിട്ടുള്ള പാർട്സ് പെർ മില്യൺ എന്ന് പറഞ്ഞ സംഭവം. ഇതൊന്നുമില്ലടാ, ഇവിടെ ഈ 100-ന് പകരം 10⁻⁶ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. PPM ഇല്ലേ, അതെന്ന് പറഞ്ഞാൽ പാർട്സ് ഓഫ് സൊല്യൂട്ട് എന്നാണ് വിളിക്കുക. അല്ലെങ്കിൽ വെയിറ്റ് ഓഫ് സൊല്യൂട്ട് നിങ്ങൾക്ക് വിളിക്കുന്നതിന് തെറ്റൊന്നുമില്ല. വെയിറ്റ് ഓഫ് സൊല്യൂട്ടാണ് ഡിവൈഡ് ബൈ ടോട്ടൽ സൊല്യൂഷൻ, എല്ലാം കൂടിയുള്ള വെയിറ്റ് അല്ലേ? വെയിറ്റ് ഓഫ് എന്താണ്? ഓഫ് സൊല്യൂഷൻ, എല്ലാം കൂടിയുള്ള സൊല്യൂഷൻ ഇൻറ്റു എന്ത് ചെയ്യണം എന്നറിയോ? ഇൻറ്റു നിങ്ങൾക്ക് 100 അല്ല ഇവിടെ ചെയ്യേണ്ടത്, ഇവിടെ 10⁻⁶ ആണ് ചെയ്യേണ്ടത്. അത്ര വ്യത്യാസമുള്ളൂ ഇവിടെ തമ്മിൽ. ഓക്കെ, 10⁻⁶ ആ ചെയ്യേണ്ടത്. ഒന്നുമില്ല, ഈ 100-ന് പകരം എന്താക്കിയാൽ മതി? 10⁻⁶ ആക്കിയാൽ മതി. ഇനി എന്താണ് മോൾ ഫ്രാക്ഷൻ? മോൾ ഫ്രാക്ഷൻ എന്താണെന്ന് അറിയണമെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം. എന്താ അറിയേണ്ടത്? എന്താണ് മോള്? മോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മോൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു അവഗാഡോ നമ്പർ സംഭവത്തിനെയാണ് മോൾ എന്ന് വിളിക്കുക. 6.022 × 10⁻23 ബിരിയാണി ഉണ്ടെങ്കിൽ 1 മോള് ബിരിയാണി ഉണ്ട്. 6.022 × 10⁻23 ഡയറി മിൽക്ക് ഉണ്ടെങ്കിൽ 1 മോൾ ഡയറി മിൽക്ക് ഉണ്ട്. അതാണ് മോൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ മോൾ എന്ന് പറഞ്ഞാൽ അവഗാഡോ നമ്പർ ഓഫ് ഇതാ. ഇപ്പോൾ 6.022 NaOH × 10⁻23 വാട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്ര 1 മോൾ വാട്ടർ ഉണ്ടെന്ന് അതിൻ്റെ അർത്ഥം. അതാണ് മോൾ എന്ന് പറഞ്ഞാൽ. പക്ഷെ നമുക്ക് അങ്ങനെ അറിയുന്നതിനേക്കാളും വേണ്ടത് മോളിൻ്റെ ഒരു സാധനമാണ്. അതെന്താണ്? മോൾ എന്ന് പറഞ്ഞാൽ ഗിവൺ മാസ് ആണ് അല്ലേ? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്യുലാർ മാസ്. അതാണ് മോളിക്യുലാർ മാസ്. ഇതിപ്പോൾ തന്നെ പഠിച്ചു പോകണം, എന്നാലും നമുക്ക് ആവശ്യമുള്ളൂ. ഇത് നമുക്ക് പഠിക്കാനുണ്ട്, എന്തായാലും +1 പഠിച്ചിട്ടുണ്ടാവണം. പക്ഷെ എന്നാലും നമ്മൾ ഗിവൺ മാസ് ബൈ മോളിക്യുലാർ മാസിനെയാണ് നമ്മളെന്ത് വിളിക്കുന്നത്? മോള് എന്ന് വിളിക്കുന്നത്. അതാണ് ഒരു. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു മോളിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ ജസ്റ്റ് തരാം. ഒരു എക്സാമ്പിളാണ് എന്താണ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു 160 ഗ്രാം NaOH ഉണ്ട്. ഒരു 160 ഗ്രാം NaOH ഉണ്ട്. ഫൈൻഡ് മോൾ, എത്ര മോൾ ഉണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ സിമ്പിൾ പരിപാടിയാണോ? ആണ്. കുറച്ചറിയണം NaOH. അപ്പോൾ മോളിക്കുലാർ മാസ് ഓഫ് NaOH നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. മോളിക്കുലാർ മാസ് ഓഫ് NaOH എങ്ങനെ വരെ? NaOH. Na എത്രയാ? 23 അറിയണം. ഇതറിയണം. O എത്രയാ? 16. H എത്രയാ? 1. അപ്പോൾ അത് കൂട്ടി എത്ര കിട്ടുക? അത് കൂട്ട് മാസ് എത്ര? ടോട്ടൽ മാസ് എത്ര? 40 എന്ന് കിട്ടും. മോളിക്കുലർ മാസ് കിട്ടി. അപ്പോൾ മോൾ എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? മോൾ എന്ന് പറഞ്ഞാൽ എന്താ? അല്ലെങ്കിൽ N എന്ന് പറഞ്ഞാൽ എന്താ? ഗിവൺ മാസ് എത്ര തന്നു? 160 ഗ്രാം ആണ് തന്നിട്ടുണ്ട്. മോളിക്കുലർ മാസ് എത്രയാണ്? 40 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ്? എത്ര മോൾ ഉണ്ട്? 4 മോൾ ഉണ്ട് എന്ന് മനസ്സിലായി. ഇത് ജസ്റ്റ് ഒന്ന് അറിയണം കേട്ടോ. അത് വളരെ അത്യാവശ്യമായിട്ട് അറിയേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനിത് ഇപ്പം തന്നെ പറഞ്ഞു പോയത്. അല്ലെങ്കിൽ എന്താവും? ഇത് മനസ്സിലാവാതെ വരും. ഓക്കെ, അപ്പോൾ ഇനി മോൾ എന്താണ് ജസ്റ്റ് മനസ്സിലായി. ഇനി മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ മോൾ വെച്ചിട്ടുള്ള കളിയാണ്. അപ്പോൾ മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എയും ബിയും ഉണ്ട് വിചാരിച്ചോ. എ ആരാണ്? എ കൂടുതലുള്ള ആളായിരിക്കും, സോൾവെൻറ്റ്. ബി ആരാണ്? സൊല്യൂട്ടായിരിക്കും, കുറച്ചുള്ള ആളായിരിക്കും. അപ്പോൾ കൈ ബി എന്ന് പറഞ്ഞാൽ ഉപ്പ് വെള്ളമാണെങ്കിൽ ഉപ്പിൻ്റെ കൈ
കൈ എന്നാണ് നമ്മൾ മോൾ ഫ്രാക്ഷനെ വിളിക്കുക. മോൾ ഫ്രാക്ഷൻ എന്ന് വിളിക്കുക കൈ, എക്സ് പോലെ സാധനം. ഉപ്പിൻ്റെ അല്ലെങ്കിൽ ബീൻ്റെ മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഉപ്പിൻ്റെ മോള് ഡിവൈഡഡ് ബൈ ടോട്ടൽ മോള്, വെള്ളത്തിൻ്റെയും ഉപ്പിൻ്റെയും കൂട്ടിയാൽ മതി. കാരണം ഉപ്പ് ഡിവൈഡ് ബൈ ടോട്ടൽ മോളാണ് കേട്ടോ. ഇവിടെ കണക്കെന്താ മോള്. ഇൻറ്റു 100 ഒന്നുമില്ല. അതേപോലെ കൈ എ എന്ന് പറഞ്ഞാൽ എൻ്റെ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡ് ബൈ ടോട്ടൽ കൂട്ടാ NA + NB. ഇനി നോക്കടാ, കൈ എ പ്ലസ് കൈ ബി ഒന്ന് കൂട്ടി വെക്ക്. ഇവിടെ എന്താ ഉണ്ടാവുക? 2 കൂട്ടിക്കാണ് ഡിനോമിനേറ്റർ സെയിം. അപ്പോൾ താഴെ എന്താ വരിക? NA + NB വരിക. മുകളിൽ എന്താ വരിക? NB + NA വരും. അപ്പോൾ ഇത് കൂട്ടി എന്താ 1 കിട്ടൂലേ? അപ്പോൾ എന്താ കൈ എ പ്ലസ് കൈ ബി എന്താണ് വരിക? 1 ആണ്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. കാരണം ഇത് ആവശ്യം വരും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മോൾ ഫ്രാക്ഷൻ പഠിച്ചു വെക്കുക. 3 ഇക്വേഷൻസും പഠിച്ചു വെക്കുക. 3 ഇക്വേഷൻസ് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. 3 ഇക്വേഷൻസ് പഠിച്ചു വെക്കാം. ഒരു എക്സാമ്പിളോടെ നമുക്ക് എന്ത് ചെയ്യാം? കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം. ഒന്നാമത്തെ എക്സാമ്പിളാണ്. മോൾ ഫ്രാക്ഷൻ കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. എന്ത്? വാട്ടറിൻ്റെയും ഗ്ലൂക്കോസിൻ്റെയും മോൾ ഫ്രാക്ഷൻ കാണണം. എത്ര മോള് ഗ്ലൂക്കോസ് ഉണ്ട്? ഗ്ലൂക്കോസിൻ്റെ അളവ് എത്രയാ? 3 മോള്. വാട്ടറിൻ്റെ അളവ് എത്രയാ? 6 മോള്. അപ്പം അങ്ങനെയാണെങ്കിൽ കൈ വാട്ടർ എന്ന് പറഞ്ഞാൽ വാട്ടറിൻ്റെ അളവ് പ്ലസ് ഗ്ലൂക്കോസ് പ്ലസ് വാട്ടർ. കൈ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസിൻ്റെ പ്ലസ് ടോട്ടൽ കൂട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? 6/9 3/9 ആണ്. ഇതെന്താണ്? 2/3. ഇതെത്ര? 1/3. ഇപ്പോൾ ഒന്ന് വെറുതെ 2/3 1/3 ഒന്ന് കൂട്ടി വെക്ക്. 3/3 1 കിട്ടിയില്ലേ? കൈ എ പ്ലസ് കൈ ബി കൂട്ടിയപ്പോൾ 1 കിട്ടിയില്ലേ? അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതാണ് മോൾ ഫ്രാക്ഷൻ. ഈ മോൾ ഫ്രാക്ഷൻ നിങ്ങൾക്ക് ഇപ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് മോള് തന്ന്, അപ്പോൾ അങ്ങനെ പെട്ടെന്ന് കിട്ടി. ഇനി മോള് ഡയറക്റ്റ് തരാതെ നമുക്ക് വേറെ രീതിയിൽ തന്നിട്ടോ ഇത് വേറെ രീതിയിൽ മോൾ ഫ്രാക്ഷൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. നമ്മളോട് ചോദിച്ചത് എന്താ? NaOHൻ്റെ മോൾ ഫ്രാക്ഷനാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിന് നമുക്ക് മോള് തന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെന്താ തന്നത്? ഗ്രാമ, വെയിറ്റാ തന്നത്, മാസാ തന്നത്. മാസെന്ന് മോള് കണ്ടുപിടിക്കാനുള്ളൊരു പരിപാടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചത്? മോളെന്ന് പറഞ്ഞാൽ ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാലോ. ഒരു ഗിവൺ മാസുകൾ തന്നിട്ടുണ്ട്, നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി? മോളിക്കുലാർ മാസ്. ഫസ്റ്റ് നമുക്ക് കൈ NaOH ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ മോൾസ് ഓഫ് NaOH ഡിവൈഡഡ് ബൈ ടോട്ടലാ. വാട്ടറിൻ്റെയും അതേപോലെ തന്നെ NaOHൻ്റെയും കൂട്ടിയാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് NaOHൻ്റെ നമ്പർ ഓഫ് മോൾസ് നമുക്ക് അറിയണമെങ്കിൽ ഗിവൺ മാസ് ഓഫ് NaOH 40 ആണ്. മോളിക്കുലാർ മാസ് Na 23 O 16 H 1 കൂട്ടി വെക്ക് 40 എന്നല്ല കിട്ടുക. 40 എന്നല്ല കിട്ടിയ നമ്മൾ നേരത്തെ ചെയ്തില്ലേ? NaOH അവിടെ 40 നമുക്ക് കിട്ടിയില്ലേ? കൂട്ടിയിട്ട് ആ 40 തന്നെ. 40/40 എത്രയാ? 1 മോളാണ് ഉള്ളത്. ഓക്കെ, എത്ര വാട്ടറിൻ്റെ മോൾസ് ഉണ്ട്? പറയും. വാട്ടർ എത്ര ഉണ്ട്? 36 ഗ്രാമാണ് ഗിവൺ മാസ്. മോളിക്കുലാർ മാസ് എത്രയാ? വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? H2O അല്ലേ? O എത്രയാ? 16. H എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 2H എന്ന് പറഞ്ഞാൽ 2 കൂട്ടിയാൽ എത്ര കിട്ടുക? 18. അപ്പോൾ എത്ര ആൻസർ? 2 മോളാണ് വാട്ടർ ഉള്ളത്. എത്ര മോളാണ് ഉള്ളത്? വാട്ടർ 2 മോള്. അപ്പോൾ കൈ NaOH ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. എത്ര മോള് NaOH ഉണ്ട്? 1. എത്ര മോള്? ടോട്ടൽ എത്രയാ? 2 + 1 എത്രയാ? 1/3 ആണ് ആൻസർ വരിക. എത്രയാ വരെ ആൻസർ? 1/3 ആണ് ആൻസർ വരിക. വെറുതെ വാട്ടറിൻ്റെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്. വാട്ടറിൻ്റെ കൈ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ വാട്ടർ എത്ര? 2. ടോട്ടൽ എത്ര? 1 + 2. 1 + 2 എത്ര? 3. 2/3 ആയിരിക്കും വാട്ടർ. 2 കൂട്ടിയൊക്കെ 1 കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മളോട് ചോദിച്ചത് എന്തുള്ളൂ? കൈ ഓഫ് NaOH. അത് കാൽക്കുലേറ്റ് ചെയ്തല്ലോ. ഓക്കെ, ഇത് മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് നേരെ മോള് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഗ്രാമൊക്കെ തന്നിട്ടുണ്ടാവുക. അപ്പോൾ ഗ്രാമിനെ മോളിലാക്കാൻ ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ് വെച്ച് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഓക്കെ ആണല്ലോ. ഇനി കുറച്ച് രസകരമായിട്ടുള്ള ടോപ്പിക്കാണ് മൊളാരിറ്റി ആൻഡ് മൊളാലിറ്റി. ഇത് സിമ്പിളാണ്. കഴിഞ്ഞ 2 ടോപ്പിക്കുള്ളൂ. വളരെ സിമ്പിളായിട്ട് മൈൻഡൊക്കെ ഫ്രഷ് ചെയ്യും. ഇതുവരെ പഠിച്ചത് വളരെ ക്ലിയർ ആക്കി ഇരുന്നാൽ ഇത് സുഖമായിട്ട് പഠിക്കാൻ പറ്റും. ഇതാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. മൊളാരിറ്റി ഇങ്ങോട്ട് ബോർഡ് എക്സാമിൽ ഇതിൻ്റെ ഡെഫിനിഷൻ ചോദിക്കാറുണ്ട്. എന്ത് ചോദിക്കാറുണ്ട്? ഡെഫിനിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ അതായത് ആദ്യം ഇതിൻ്റെ ക്യാപിറ്റൽ M ആണ് ഇതിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത്. ക്യാപിറ്റൽ M ആണ് ഇതിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ ഞാൻ ഇതാണ്. ഇറ്റ് ഇസ് ദ. എൻ്റെ അർത്ഥം ആദ്യം പറഞ്ഞുതരാം. എൻ്റെ കയ്യിൽ ഒരു പാത്രമുണ്ട്. ഈ പാത്രത്തിൽ ഞാൻ എന്ത് ആഡ് ചെയ്യുന്നുണ്ട്? വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് വെക്കും.
ആരൊഴിച്ച് വെക്കുന്നുണ്ട്? വെള്ളം. ആ വെള്ളത്തിലേക്ക് ഞാൻ ഉപ്പിട്. ആരുണ്ട്? ഉപ്പ്. എന്നിട്ട് മിക്സ് ചെയ്ത്. ഓക്കെ, വെള്ളമുണ്ട്, വെള്ളത്തിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്? ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം എന്ന് പറഞ്ഞാൽ 2 സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതാണല്ലോ വെള്ളം. അപ്പോൾ ഈ ഇതിൽ നമുക്ക് 2 സാധനങ്ങളാണ് ഇവിടെ കിട്ടുക. നമുക്ക് വെള്ളമുണ്ട്, അതേപോലെ തന്നെ ആരുമുണ്ട്? നമ്മുടെ ഉപ്പുണ്ട്. ഉപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരാണ്? ഉപ്പ് എന്ന് പറഞ്ഞാൽ ആരാണ് ഇവിടെ? ഉപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ സൊല്യൂട്ടാണ്. സൊല്യൂട്ട് നമ്മൾ ബി എന്ന് വിളിക്കും. വെള്ളം എന്ന് പറഞ്ഞാൽ സോൾവെൻ്റ് ആണ്. സോൾവെൻറ്റിന് നമ്മൾ എ എന്ന് വിളിക്കും. രണ്ടും കൂടി കൂട്ടിയാൽ നമ്മൾ വിളിക്കും സൊല്യൂഷൻ. ഉപ്പും വെള്ളം കൂടിയുള്ളത്. ഇപ്പം ഞാൻ സോൾവെൻറ്റിന് ഒരു അളവുണ്ട്. സോൾവെൻറ്റിൻ്റെ അളവ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര? സോൾവെൻറ്റിൻ്റെ വെയിറ്റ് ഞാൻ ഒരു ഏകദേശം പറയുകയാണ്. അതൊരു WA ഉണ്ട്. ഓക്കെ, എത്രയാണ്? WA, വെയിറ്റ് ഓഫ് സോൾവെൻറ്റ്. വെയിറ്റ് ഓഫ് സൊല്യൂട്ട് അല്ലെങ്കിൽ ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ WB ആണ്. അപ്പോൾ സൊല്യൂഷൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ WA + WB ആണ്. അതേപോലെ തന്നെ വോളിയം ഓഫ് A, വോളിയം ഓഫ് B, അല്ലേ? വോളിയം ഓഫ് A + വോളിയം ഓഫ് B. ഇത്ര ഈ ഒരു അർത്ഥം നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലായാൽ മതി. ഇതിങ്ങനെ ഇക്വേഷൻ ആയിട്ട് പറയണ്ട. നോക്ക്, ഇതൊരു 500 ഗ്രാം ഉണ്ട്. ഇത് എത്ര ഉണ്ടാവും? ഒരു 80 ഗ്രാം ഉണ്ട് വിചാരിച്ചോ. അപ്പോൾ ടോട്ടൽ എത്ര ഉണ്ടാവും? 580 ഗ്രാം സൊല്യൂഷൻ ഉണ്ടാവും. ഇത് അക്വസ് സൊല്യൂഷൻ അല്ലേ? സാൾട്ടിൻ്റെ അക്വസ് സൊല്യൂഷൻ ആണിത്. ഇത് വാട്ടറാണ്. ഇതാരാണ്? സാൾട്ടാണ്. അത്ര ഐഡിയ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഐഡിയ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുമോ അറിയോ? ഈ ഐഡിയ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭയങ്കര യൂസാണ്, ഭയങ്കര ആവശ്യമാണ് ഈ ഐഡിയ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഈ ഐഡിയ മനസ്സിലാക്കിയാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കാം, ഞാനിത് ഇവിടെ പേസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആവശ്യം വരെ വിചാരിച്ചിട്ട്. ഓക്കെ, അവിടെ നോട്ടെ. ഓക്കെ, ഇനി നമുക്ക് മൊളാരിറ്റീനെ കുറിച്ച് പഠിക്കാം. അതിനെക്കുറിച്ച് പഠിക്കാം. മൊളാരിറ്റി. ഇറ്റ് ഈസ് ദ എന്താ മൊളാരിറ്റി? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് മോൾസ്. എന്താണ്? നമ്പർ ഓഫ് മോൾസ്. ആര് നമ്പർ ഓഫ് മോൾസ് അറിയോ? അപ്പോൾ നമ്മളിവിടെ ഉപ്പ് വെള്ളത്തിൽ നമ്മൾ ഉപ്പില്ലേ, ഇപ്പം ആരാണ്? സൊല്യൂട്ട്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് ആര്? നമ്പർ ഓഫ് മോൾസ് ഓഫ് ആരത്? സൊല്യൂട്ട്. സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾസ് ഇൻ എത്ര? ഇൻ 1 ലിറ്റർ. എത്ര? 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ. എങ്ങനെ? സൊല്യൂഷൻ. ഈ സൊല്യൂഷനും സോൾവെൻ്റൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചിന്തിക്കണം. 1 ലിറ്റർ പഠിക്കണം. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടാണ്. ഇവിടെ ഉപ്പിൻ്റെ നമ്പർ ഓഫ് മോൾസ് ആണ് സംഭവം. എന്തിൽ? 1 ലിറ്റർ സൊല്യൂഷൻ 1 ലിറ്ററാണ്. 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ. 1 ലിറ്റർ വെള്ളം എന്നാണോ പറഞ്ഞത്? 1 ലിറ്റർ വാട്ടർ എന്നാണോ പറഞ്ഞത്? അല്ല, 1 ലിറ്റർ. ഇത് രണ്ടും കൂട്ടിങ്ങാണ്ടാണ് 1 ലിറ്റർ ഉള്ളത്. ഇതൊരു 999 ലിറ്റർ ഉണ്ട്. ഇത് 1 ലിറ്റർ ആണെന്നുണ്ടെങ്കിൽ എന്താണ്? വെള്ളം ഒരു 999 ആണ്. ഇത് 1 ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ എന്ത് കിട്ടണം? ഇതൊരു ഒരു മിനിറ്റ്, ഇത് 999 മില്ലി ലിറ്ററാ. ഇത് 1 മില്ലി ലിറ്ററാ. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ 1000 മില്ലി ലിറ്റർ കിട്ടിയില്ലേ? 1000 മില്ലി ലിറ്റർ എന്താ? 1 ലിറ്റർ ആയില്ലേ? അപ്പോൾ 1 ലിറ്റർ ഉപ്പും വെള്ളം കൂടിയും കൂട്ടിയിട്ടാണ് നമ്മൾ പറയുന്ന സൊല്യൂഷന് 1 ലിറ്റർ എന്നാണ് പറഞ്ഞത്, അല്ലെ? സൊല്യൂഷൻ ആട്ടോ 1 ലിറ്റർ ഉള്ളത്. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷനാണ് 1 ലിറ്റർ ഉള്ളത്. ഇവിടെ നമുക്കറിയാം 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1000 മില്ലി ലിറ്റർ ആണ്. ഇത് നമുക്കറിയണം. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1000 മില്ലി ലിറ്റർ ആണ് എന്ന് അറിഞ്ഞിരിക്കണം. ഇത് അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് പോകാം. ഒന്നുമില്ല, ഇതിന്ന് നേരെ അങ്ങോട്ട് എഴുതിയാൽ മതി. എന്താണ് മൊളാരിറ്റി? ക്യാപിറ്റൽ M ആണ് മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് NB. സൊല്യൂട്ടിനെ നമ്മൾ എന്താ വിളിക്കുക? B എന്നാ വിളിക്കുക. ഇൻ വോളിയം എന്തിലാണ്? ലിറ്ററിലാണ്. ഓക്കെ, ആരിതാണ്? സൊല്യൂഷൻ ഉപ്പും വെള്ളം കൂടിയും കൂട്ടിയിട്ട് A+B ആണ് കേട്ടോ വോളിയം ഓഫ് സൊല്യൂഷൻ. ഇൻറ്റു എന്താണ്? ഇൻറ്റു ഒന്നും ചെയ്യണ്ട. ഇപ്പോൾ എന്തിനാണുള്ളത്? ഇപ്പോൾ ഓൾറെഡി ലിറ്ററിലാണ് ഉള്ളത്. ഓക്കെ, ഇനി ഇതേ സാധനത്തിന് തന്നെ ഞാൻ മില്ലി ലിറ്ററിലേക്ക് ആക്കാൻ പോവാണ്. അത് NB, അത് വോളിയം മില്ലി ലിറ്ററിലാണ് നിങ്ങൾക്ക് തന്നത്. സൊല്യൂഷൻ തന്നെയാണ്. അപ്പോൾ മുകളിൽ എന്തായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 1000 ആയിട്ട് മൾട്ടിപ്ലൈ, അല്ലേ? ഈ കാര്യം വന്നില്ലേ? ഈ 1000ൻ്റെ കണക്കില്ലേ? അപ്പോൾ മില്ലി ലിറ്ററിനെ മില്ലി ലിറ്റർ ആക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം?
മുകളിൽ 1000 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അതാണ് അടുത്ത ഇക്വേഷൻ. അടുത്തതൊന്നുമില്ല, നിങ്ങൾക്ക് അറിയാം എന്താ ഗിവൺ മാസ് എന്ന് പറഞ്ഞാൽ, അല്ലെ എന്താണ് നമ്പർ ഓഫ് മോൾസിനെ ഞാൻ മാസിൻ്റെ ടേംസിലേക്ക് തന്നാൽ ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ്. അപ്പോൾ എൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിവൺ മാസ് ഓഫ് ബി ബൈ മോളിക്കുലാർ മാസ് ഓഫ് ബി അല്ലേ, അല്ലേ? അപ്പോൾ ഗിവൺ മാസ് ഓഫ് ബി ബൈ മോളിക്കുലാർ മാസ് ഓഫ് ബി ഇൻറ്റു താഴെ ആരുണ്ടാവും വോളിയം ഇൻ മില്ലി ലിറ്റർ. ആരിത്? സൊല്യൂഷനാണ്. ഉപ്പും വെള്ളം കൂടിയും കൂട്ടിയിട്ടാണ് കേട്ടോ ഉള്ളത്, അല്ലാതെ വെള്ളം മാത്രമല്ല സൊല്യൂഷനാണ്. അപ്പോൾ ഇതാണ് സംഭവം, ഇതാണെന്ത് സംഭവം. അപ്പോൾ 3 ഇക്വേഷൻസ് ആയി. ഇനി എന്ത് ചെയ്താൽ മതി? 3 ഇക്വേഷൻസ് ആയില്ലേ? ഇനി ആ 3 ഇക്വേഷൻസ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ അതാണ് സംഭവം. ഒരു എക്സാമ്പിൾ നോക്ക്. ഫൈൻഡ് മൊളാരിറ്റി ഓഫ് NaOH ഇഫ് 40 gram ഓഫ് NaOH ഇസ് പ്രസൻറ്റ് ഇൻ 500 ml ഓഫ് അക്വസ് സൊല്യൂഷൻ. എന്നാണ് പറഞ്ഞത് അല്ലേ? എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളോട് എന്താ ചോദിച്ചത്? മൊളാരിറ്റി ആണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് മൊളാരിറ്റി പറയാം. എത്ര? മൊളാരിറ്റിയുടെ ഇക്വേഷൻ എന്താ? ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ വോളിയം ഇൻ മില്ലി ലിറ്റർ ആണെന്നുണ്ടെങ്കിൽ ഓഫ് സൊല്യൂഷൻ അല്ലേ? സൊല്യൂഷൻ ഇൻറ്റു എന്താണ്? 1000 ആണ്. ഓക്കെ. അപ്പോൾ നമുക്കറിയാം ക്വസ്റ്റ്യനിൽ NB തന്നിട്ട്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യനിൽ എഴുതിയെടുക്കാം. NB എത്രയാണ് തന്നത്? മോൾസ് ഓഫ് NaOH എത്രയാണ്? അപ്പോൾ നമുക്ക് മോൾസ് ഓഫ് NaOH ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ? ഇല്ല. എന്താ പിന്നെ തന്നത്? NaOH അല്ലേ? ഇഫ് 40 gram ഓഫ് NaOH ഇസ് പ്രസൻറ്റ്, നമുക്ക് എന്ത് തന്നത്? ഗിവൺ മാസാണ് തന്നത്. ഗിവൺ മാസ് എന്നാൽ NaOHന്റെ മോളിക്കുലാർ മാസ് 40 നമുക്കറിയില്ലേ? അപ്പോൾ എന്താ? മോൾസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഗിവൺ മാസ് 40 ക്വസ്റ്റ്യൻ തന്നു. മോളിക്കുലാർ മാസ് Na23 O16 H. അപ്പോൾ ടോട്ടൽ 40 കിട്ടൂലേ? 40. അപ്പോൾ എത്ര മോൾ ഉണ്ട് NaOH? 1 മോൾ NaOH ഉണ്ട്. എത്ര മോൾ NaOH ഉണ്ട്? 1 മോൾ NaOH ഉണ്ട്. അതേപോലെ തന്നെ വോളിയം ഇൻ മില്ലി ലിറ്റർ അല്ലേ? എന്ത്? സൊല്യൂഷനിൻ്റെ വോളിയം. ഇപ്പോൾ ഒരു പറഞ്ഞു ഇൻ 500 ml ഓഫ് അക്വസ് സൊല്യൂഷൻ. 500 ml ഓഫ് അക്വസ് സൊല്യൂഷനിൻ്റെ അളവ് തന്നു. 500 ml സൊല്യൂഷൻ എന്ന് തന്നെയാണ് പറഞ്ഞത്. സൊല്യൂഷൻ്റെ അളവ് തന്നു. അപ്പം നമുക്ക് VmL സൊല്യൂഷനും കിട്ടി ആയല്ലോ. അപ്പം നമ്മുടെ ആൻസർ എന്താ? മൊളാരിറ്റി ഈസ് ഈക്വൽ ടു 1/500 ഇൻറ്റു എന്താണ്? 1000. നമ്മുടെ ആൻസർ എന്താ മക്കളെ? 2 മോളാർ. എന്താണ്? 2 മോളാർ. ഇവിടെ യൂണിറ്റ് ആരാ? യൂണിറ്റ് എന്താ? ഇതിൻ്റെ യൂണിറ്റ് എന്താ? യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അത് മോളാർ എന്നാണ്. പേരെന്താ? മോളാർ. ക്യാപിറ്റൽ M. ഇത്രയേ ഉള്ളൂ സംഭവം. മനസ്സിലായില്ലേ? സംഭവം ഇത്രയേ ഉള്ളൂ. ഇനി മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്ത മൊളാരിറ്റി ആണ് മൊളാരിറ്റി. ഇനി നമുക്ക് പഠിക്കേണ്ടത് മൊളാലിറ്റിയാണ്. എന്താണ്? മൊളാലിറ്റിയാണ്. ഇതിലും സംഭവം ഇതേ സംഭവമാണ്. ഈ സാധനം കണ്ടില്ലേ? ഈ സാധനത്തിൽ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞത് സൊല്യൂഷനിൻ്റെ വോളിയം എന്നല്ല പറഞ്ഞത്. ഇവിടെ എല്ലാം സെയിം ആണ്. സൊല്യൂഷൻ്റെ വോളിയത്തിന് പകരം സോൾവെൻറ്റിൻ്റെ വെയിറ്റ്, അതാണ് ഡിഫറൻസ്. ഒന്നുമില്ല. ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ഇതിൻ്റെ ഡെഫിനിഷൻ. അതിന് മുമ്പ് ഇതിൻ്റെ ഇതൊക്കെ വേണ്ടേ? നമ്മൾ ഡിസ്കസ് ചെയ്തത് മൊളാലിറ്റി ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ സ്മോൾ m ആണ് അതിൻ്റെ ചിഹ്നം വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ഇറ്റ് ഈസ് ദ സെയിം സാധനം. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് എന്ത്? സോല്യൂട്ട്. സൊല്യൂട്ട് ഉപ്പ് എന്ന് പറഞ്ഞാൽ ഈ സാധനത്തിൻ്റെ നമ്പർ ഓഫ് മോൾസ് എന്തില് in it is the number of moles of solute in ഒരു വോളിയം. it is the number of moles of solute in 1 കിലോഗ്രാം. വോളിയം ആണോ? അല്ല. കിലോഗ്രാം അല്ല, വോളിയം അല്ല, മാസ് ആണ്. കിലോഗ്രാമിലാണ്. 1 കിലോഗ്രാം ഓഫ് സോൾവെൻ്റ് ആണോ? സോൾവെൻ്റ്. എന്താണ്? സൊല്യൂഷൻ അല്ല, സോൾവെൻ്റ് ആണ്. നേരത്തെ നമ്മൾ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ എന്നാണ് പറഞ്ഞത്. ഇവിടെ 1 കിലോഗ്രാം ഓഫ് സോൾവെന്റ് എന്നാണ് പറഞ്ഞത്. ഇവിടെ എന്താ പറഞ്ഞത്? 1 കിലോഗ്രാം ഓഫ് സോൾവെന്റ്. ബാക്കിയൊക്കെ സെയിം. ഇറ്റ് ഇസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻ 1 കിലോഗ്രാം ഓഫ് സോൾവെന്റ്. ഇത്ര ഡിഫറൻസ് ഉള്ളൂ. മറ്റടുത്ത് ഇറ്റ് ഇസ് ദ നമ്പർ ഓഫ് മോളാരിറ്റി ആണ്. ഇറ്റ്സ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ. ഇത്ര ഡിഫറൻസ്.
ഇവിടെ എന്താ, ഇറ്റ് ഇസ് എ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻ 1 ലിറ്റർ അല്ല 1 കിലോഗ്രാം, സൊല്യൂഷൻ അല്ല സോൾവെന്റ്, ഇത്ര ഡിഫറൻസ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അതേപോലെ തന്നെ ചിന്തിക്കാൻ പറ്റും. എം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് തന്നെ, NB അങ്ങനെ തന്നെ ഉണ്ടാവും, പക്ഷേ കിലോഗ്രാം ആണ്. വെയിറ്റ് ഓഫ് സോൾവെൻ്റ് ആണ്. സോൾവെൻറ്റിനെ നമ്മൾ എന്താ വിളിക്കുക, എ എന്നല്ല വിളിക്കുക. അപ്പോൾ വെയിറ്റ് ഓഫ് സോൾവെൻ്റ് ആണുള്ളത് എന്തിൽ, കിലോഗ്രാമിൽ. ഇനി നമുക്കറിയാം എന്താ പറയുക, 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ, 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമാ, 1000 ഗ്രാം അല്ലേ. കൂടുതലായിട്ട് ഗ്രാമിലാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പോൾ NB ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് സോൾവെൻ്റ് കേട്ടോ, വെള്ളം മാത്രം, ഉപ്പ് കൂട്ടണല്ലേ, ഇൻ ഗ്രാമിലാക്കുകയാണെങ്കിൽ മുകളിൽ എന്തായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 1000 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം അത് റെഡിയാണല്ലോ, റെഡി. NB എന്ന് പറഞ്ഞാൽ ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ് അല്ലേ. NB എന്ന് പറഞ്ഞാൽ എന്താണ്, ഗിവൺ മാസ് ഓഫ് ബി ബൈ മോളിക്കുലാർ മാസ്, ബൈ ഗിവൺ മാസ് ഓഫ് ബി ബൈ മോളിക്കുലാർ മാസ് ഓഫ് ബി അല്ലേ. ഓക്കെ, അപ്പോൾ NB എന്താ, ഗിവൺ മാസ് ഓഫ് ബി ബൈ മോളിക്കുലാർ മാസ് ഓഫ് ബി ഇൻറ്റു താഴെ എന്തുണ്ടാവും, ഗിവൺ മാസ് ഓഫ് എ സോൾവെൻറ്റിൻ്റെ മാസ് എന്തിലാണ്, ഗ്രാമിൽ. അപ്പോൾ ഗ്രാമിലായതുകൊണ്ട് മുകളിൽ എന്തായിട്ട് ചെയ്യണം, 1000 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അത്ര ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ ഇതാണ് സംഭവം, ഇതാണ് ഇക്വേഷൻസ്, ഇവിടുത്തെ ഇക്വേഷൻസിലാണ്. അപ്പോൾ ഈ 3 ഇക്വേഷൻസ് അറിഞ്ഞിരിക്കാം. ഓക്കെ, അതിൽ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഇക്വേഷനാണ്. അതേപോലെ മറ്റൊടത്തും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഇതാണ്. കാരണം മാസിലേക്ക് തരുന്ന സമയത്ത് നമ്മൾക്ക് ഇത് കൺവേർട്ട് ചെയ്യാൻ പ്രത്യേകിച്ച് ഇങ്ങനെ പഠിച്ച് വെക്കേണ്ട ആവശ്യമില്ല. ഇതിന് നേരെ NB എന്ന് പറഞ്ഞാൽ ഗിവൺ മാസ് ബൈ മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞിട്ട് നേരെ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി കേട്ടോ. നമ്മൾ ഈ ക്വസ്റ്റ്യനിലൊക്കെ ചെയ്ത പോലെ ഇനി 2 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് കഴിയാണ്. 2 സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് വളരെ സമാധാനത്തോടു കൂടി ചെയ്യാം. എന്താണ് മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ, സൊല്യൂട്ടിൻ്റെ അളവ് ഇൻ 1 കിലോഗ്രാം ഓഫ് സോൾവെൻറ്റ്. നോക്കാം. ഫൈൻഡ് മൊളാലിറ്റി ഓഫ് NaOH. മൊളാലിറ്റി ആണ് കേട്ടോ ചോദിച്ചത്. 80 ഗ്രാം NaOH മിക്സ്ഡ് ഇൻ 500 ഗ്രാം ഓഫ് വാട്ടർ ആണ്. 80 ഗ്രാം NaOH. അപ്പം നമുക്ക് മൊളാലിറ്റീൻ്റെ ഇക്വേഷൻ ആദ്യം അറിയണം. NB ഡിവൈഡഡ് ബൈ എന്താണ്, WA എന്തിൽ, ഗ്രാമിലാണെങ്കിൽ ഇൻറ്റു 1000. ഇവിടെ NaOH ആണ് ഇവിടുത്തെ ആര് വരുന്നത്, B അല്ലേ. വാട്ടർ ആണ് ഇവിടുത്തെ എന്ത് വരിക, വെള്ളമാണല്ലോ, A വരിക, സോൾവെൻ്റ് ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഇത് കിട്ടി. ഓക്കെ, നമ്മളോട് NaOHൻ്റെ മൊളാലിറ്റിയാണ് ചോദിച്ചത്. NB നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ, നമുക്ക് മോള് ഓഫ് NaOH തന്നിട്ടുണ്ടോ, ഇല്ല. 80 ഗ്രാം ഓഫ് NaOH തന്നിട്ടുണ്ട്. നമുക്ക് മാസ്, ഗിവൺ മാസ് ഓഫ് NaOH തന്നിട്ടുണ്ട്. മോളിക്കുലാർ മാസ് ഓഫ് NaOH നമുക്ക് 40 ആണെന്ന് അറിയാലോ. അതുകൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് അതിൻ്റെ മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാം. 80 ആണ് ഗിവൺ മാസ്, മോളിക്കുലാർ മാസ് നമുക്കറിയാം 40 ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 മോളാണ് അതിൻ്റെ നമ്പർ ഓഫ് മോൾസ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി വെയിറ്റ് ഓഫ് സോല്യൂട്ട് അല്ലേ, നമുക്കെന്താ സൊല്യൂട്ട് അല്ല, വെയിറ്റ് ഓഫ് സോൾവെൻ്റ് ആണ് അല്ലേ. വെയിറ്റ് ഓഫ് സോൾവെൻ്റ് ആണ് നമുക്കിനി പഠിക്കാനുള്ളത്. വെയിറ്റ് ഓഫ് സോൾവെൻ്റ് എന്താ, വെയിറ്റ് ഓഫ് സോൾവെൻ്റ് ഇവിടെ വരുന്നത്, എത്ര ഗ്രാം വെള്ളമുണ്ട്. NaOH വെള്ളമല്ല ചോദിച്ചത്, എത്ര ഗ്രാം വെള്ളം മാത്രമുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താ, ക്വസ്റ്റ്യൻ എന്ന് പറയാൻ, മിക്സ്ഡ് ഇൻ 500 ഗ്രാം ഓഫ് വാട്ടർ എന്നാണ്. 500 ഗ്രാം വാട്ടർ മാത്രമാണ് നമുക്ക് ആൻസർ കിട്ടി. 500 ഗ്രാമാണ് തന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ മൊളാലിറ്റി എന്താ വരിക, 2/500 ഇൻറ്റു 1000. എത്ര ആൻസർ വരിക, 4 മോളാൽ. എന്താണ് അതിൻ്റെ യൂണിറ്റ് എന്താ, ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മോളാൽ എന്നാണ്. എന്താണ് മോളാല്, സ്മോൾ എം ആണ് അതിൻ്റെ ചിഹ്നം കേട്ടോ. മോളാല് എന്താണ്, 4 മോളാലിന് ആൻസർ. ഇതേ സെയിം ക്വസ്റ്റ്യൻ ആട്ടോ, ഇതിൻ്റെ ആൻസർ 4 മോളാൽ തന്നെയാണ്. എങ്ങനെയാണ് ഇതെന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് 500 ഗ്രാം വെള്ളം എന്ന് തന്നിട്ടുണ്ട്, ഡയറക്റ്റ് WA തന്നു. ഇനി WA നിങ്ങൾക്ക് ഡയറക്റ്റ് തരാതെ, നിങ്ങൾക്ക് വെയിറ്റ് തരാതെ നിങ്ങൾക്ക് ടോട്ടൽ അക്വസ് സൊല്യൂഷൻ, ഇപ്പം നിങ്ങൾക്ക് നേരത്തെ ക്വസ്റ്റ്യൻ എന്താ തന്നറിയോ, ഇത് 500 ഗ്രാം ഉണ്ട്, ഇത് 80 ഗ്രാം ഉണ്ട്, ഇത് തന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെ അറിയോ, ഇത് 80 ഗ്രാം ഉണ്ട്, ഇത് 580 ഗ്രാം ഉണ്ട് എന്നാ തന്നത്. പക്ഷെ നമുക്ക് ഇതിൻ്റെ വെയിറ്റാണ് മൊളാലിറ്റിയിൽ അറിയേണ്ടത്. അപ്പം എന്തായിരിക്കും വരിക, ഇത് 500 ആണ് നമുക്ക് മനസ്സിലാവണം. ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് മൊളാലിറ്റി ഓഫ് NaOH. NaOHൻ്റെ മൊളാലിറ്റിയാണ് ചോദിച്ചത്. ഓക്കെ, മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം NB ഡിവൈഡഡ് ബൈ WA ഇൻ ഗ്രാംസ്. WA ആണ് സോൾവെൻറ്റിൻ്റെ ചോദിച്ചത്, ടോട്ടൽ അല്ല ചോദിച്ചത്, ആ വെള്ളത്തിൻ്റെ മാത്രമാണ് ചോദിച്ചത്. ഇൻറ്റു 1000 ആണ്. NB നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത പോലെ 80/40 എത്രയാ, 2 മോൾ, സെയിം ആണ്, അതിൽ വ്യത്യാസമൊന്നുമില്ല.
WA എന്ന് പറഞ്ഞാലാണ് ഇനി ഇവിടുത്തെ കളി വരുന്നത്. നിങ്ങൾക്ക് ടോട്ടൽ തന്നിട്ട് 580 അല്ല WA, 580 എന്ന് ഉത്തരം കൊടുത്തിട്ടുള്ളത് തെറ്റി, 580 കൊടുത്തോണ്ട് തെറ്റി. നോക്ക്, 580 സൊല്യൂഷനാണ്, വെള്ളം എണ്ണ വെച്ച് കൂടി കൂട്ടിയിട്ടാണ് 580 ഉള്ളത്. അപ്പോൾ എത്രയാണ് WA? വാട്ടർ എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് ടോട്ടലിൽ നിന്ന് കുറയ്ക്കണം. ടോട്ടൽ നമുക്ക് NaOH കുറച്ചാലല്ലേ നമുക്ക് കിട്ടുക. ടോട്ടൽ എത്ര വരിക? 580. NaOH എത്ര? 80. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? 500 ഗ്രാമാണ് എന്തുള്ളത്? വെള്ളം ഉള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 500 ഗ്രാം വെള്ളം കിട്ടി. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി മറിച്ചെന്നുള്ളൂ. അപ്പോൾ നമ്മുടെ മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് NaOH 2, വാട്ടറിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ എന്താ? 500ആണ്. 580 കൊടുത്താൽ തെറ്റിട്ടോ. അപ്പോൾ 1000 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കിവിടെ 2 കിട്ടും. 4 മോളാലായിരിക്കും നിങ്ങളുടെ ആൻസർ. മോളാലായിരിക്കും നിങ്ങളുടെ ആൻസർ വരിക. സെയിം ക്വസ്റ്റ്യൻ ബട്ട് ഡിഫറെൻ്റ് രീതിയിലാണ് ചോദിച്ചത് എന്നുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇത് കോൺസെൻട്രേഷൻ ടേംസ് എന്ന് പറഞ്ഞാൽ. ഇതിനൊന്ന് നമ്മൾ സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ, ഒന്നും പ്രത്യേകിച്ച് സമ്മറൈസ് ചെയ്യാൻ ഇല്ല, എന്നാലും സമ്മറൈസ് ചെയ്യുക. ഒരു സൊല്യൂഷനിൽ സോൾവെൻ്റ് ഉണ്ടാവും, സൊല്യൂട്ട് ഉണ്ടാവും. സോൾവെൻ്റ് ആണ് കൂടുതലുള്ളത്, ലെസ്സർ എമൗണ്ടിലുള്ളത് സൊല്യൂട്ടാണ്. ഉപ്പ് വെള്ളത്തിൽ സൊല്യൂട്ടും ഉണ്ടാവും, സോൾവെൻ്റ് ഉണ്ടാവും. സൊല്യൂട്ട് ആരാണ്? ഉപ്പ്. സോൾവെൻ്റ് ആരാണ്? വെള്ളം. മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് സൊല്യൂട്ട്, ഉപ്പിൻ്റെ അളവ് ഡിവൈഡ് ബൈ ടോട്ടൽ വെയിറ്റ് ഓഫ് സൊല്യൂഷൻ ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100. മറ്റേതാണ് ഈ വോളിയം ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ ടോട്ടൽ വെയിറ്റ് ഓഫ് വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100 ചെയ്യുക. പാർട്സ് പെർ മില്യൺ എന്ന് പറഞ്ഞാൽ സെയിം ആണ്. ഇവിടെ വെയിറ്റും പറയാം, വോളിയം വേണമെങ്കിൽ പറയാം കേട്ടോ. പക്ഷേ ഇവിടെ ഇൻറ്റു 100ന് പകരം എന്ത് കൊടുക്കണം എന്നറിയോ? 10⁶ എന്ന് കൊടുക്കണം. മോൾ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മോൾ അറിയണം. മോൾ എന്ന് പറഞ്ഞാൽ ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ് ആണ്. അപ്പോൾ നമുക്ക് മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ ഓരോന്നിൻ്റെ മാസ് നമുക്ക് അറിയണം. Na 23 ആണ്, O 16 ആണ്, H 1 ആണെന്നൊക്കെ നമുക്ക് അറിയണം. എന്നാൽ ഗിവൺ മാസ് ക്വസ്റ്റ്യനിൽ തരും, മോളിക്കുലാർ മാസ് നമുക്കറിയാം. അത് വെച്ചിട്ട് നമുക്ക് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാം. മോള് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി നേരെ ഇതിലേക്ക് കൊടുക്കാം. ഇപ്പോൾ B ആണെന്നുണ്ടെങ്കിൽ ബീൻ്റെ മോൾസ് ഡിവൈഡ് ബൈ ടോട്ടൽ Aയും Bയും കൂട്ടുക. Aയുടെ ആണ് മോൾ ഫ്രാക്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ Aയുടെ മോൾസ് ഡിവൈഡ് ബൈ Aയും Bയും കൂട്ടുക. അപ്പോൾ ഈ 2ൻ്റെ മോൾ ഫ്രാക്ഷൻ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടും. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ ഇങ്ങനെ തന്നു. ഫസ്റ്റ് ചില ക്വസ്റ്റ്യനിൽ മോൾ തന്നെ ഡയറക്റ്റ് തരും, അപ്പോൾ നമുക്ക് മോൾ ഫ്രാക്ഷൻ കാണാം. ചില ക്വസ്റ്റ്യനിൽ മോൾ ഡയറക്റ്റ് ആയിട്ട് തരില്ല, ഗിവൺ മാസ് തരിക. മോളിക്കുലാർ മാസ് നമുക്ക് അറിയാലോ, അത് വെച്ച് നമുക്ക് മോൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി മൊളാരിറ്റിയും മൊളാലിറ്റിയും പഠിക്കാനുണ്ട്. മൊളാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദ നമ്പർ ഓഫ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ കഥ. ഇതാണ് നമ്മുടെ വെള്ളം, ഇതാണ് നമ്മുടെ ഉപ്പ്. ഓക്കെ, ഇതാണ് നമ്മുടെ വെള്ളം, ഇതാണ് നമ്മുടെ ഉപ്പ് അല്ലെങ്കിൽ ഉപ്പ്. നോക്കുക, ഇതിൽ ഞാൻ എന്തിട്ടും വെള്ളം ഉപ്പ് കൂടി കലക്കി സൊല്യൂഷനായി. സോൾവെൻ്റ് വെള്ളമാണ്, ഉപ്പ് സൊല്യൂട്ടാണ്, സൊല്യൂഷനാണ് ഇത്. ഓക്കെ, മൊളാലിറ്റി കളിക്കുന്നത് ജസ്റ്റ് ഒരു ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കളി കാണിച്ചു തരാം. ഇതിലാണ് ആര് കളിക്കുന്നത് എന്നറിയോ? ഇതിലാണ് ആര് കളിക്കുന്നത്? ഈ സാധനത്തിലാണ് ആര് കളിക്കുന്നത്? അതേപോലെ തന്നെ ഇതിലാണ് വേറൊരാൾ കളിക്കുന്നത്. അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത്, ഇതിൽ കളിക്കുന്നത് ആരറിയോ? ഇതിൽ കളിക്കുന്നത് മൊളാരിറ്റിയാണ്. ഇത് കളിക്കുന്നത്. ഇതിൽ കളിക്കുന്നത് മൊളാലിറ്റിയാണ്. ഇതിൽ കളിക്കുന്നത് സോൾവെൻറ്റുമൽ കളിക്കുന്നത്. അതും 1 കിലോഗ്രാമാണ്. 1 കിലോഗ്രാമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് 1 ലിറ്ററാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അത്ര ഡിഫറൻസ് ഉണ്ട്. നോക്കുക, ഇതാ മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ. കഴിഞ്ഞു. ഇതിൻ്റെ ഇക്വേഷൻസ് പഠിക്കാം. ഓക്കെ, ഇനി അതേപോലെ തന്നെ മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻ 1 കിലോഗ്രാം ഓഫ് സോൾവെൻറ്റ്. ഇറ്റ് ഇസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻ 1 കിലോഗ്രാം ഓഫ് സോൾവെൻറ്റ്. അതിൻ്റെ ഇക്വേഷൻസ് പഠിക്കാം. സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സെയിം ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ 2 രീതിയിൽ ചോദിച്ചു. അതും നിങ്ങൾക്ക് മനസ്സിലാവണം. അപ്പോൾ അതോടെ നമ്മുടെ കോൺസെൻട്രേഷൻ ടേംസ് എന്ന് പറഞ്ഞ സാധനം ഇതിലാണ്. അപ്പോൾ താങ്ക് യു.